ഐതിഹ്യമാലയിലെ ആനക്കഥകൾ. ആദ്യം കോന്നിയിൽ കൊച്ചയ്യപ്പൻ. കോന്നിയിൽ കൊച്ചയ്യപ്പനെന്ന് പ്രസിദ്ധനായിരുന്ന താപ്പാനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി തിരുവിതാംകൂർ രാജ്യത്തോ അടുത്ത പ്രദേശങ്ങളിലോ ആരുമുണ്ടാവാൻ സാധ്യതയില്ല. പ്രസിദ്ധ മാന്ത്രികനായിരുന്ന തേവലശ്ശേരി ദാമോദരൻ നമ്പി പറഞ്ഞതനുസരിച്ച് കർത്താവ് ഈ ആനയെ 900-ാം ആണ്ട് അച്ചൻകോവിൽ ശാസ്താവിന് വഴിപാടായി നടക്കിരുത്തി. അന്ന് ഇവന് 7 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. നടക്കിരുത്തിയപ്പോൾ ആന ദേവസ്വം വകയായി തീർന്നുവെങ്കിലും അവിടെ നിർത്തിയാൽ ആനയ്ക്ക് രക്ഷ മതിയാവുകയില്ലെന്ന് വിചാരിച്ചും ആ ആനയെക്കുറിച്ചുണ്ടായിരുന്ന വാത്സല്യം കൊണ്ടും കർത്താവ് ആനയെ അപ്പോൾ തന്നെ ദേവസ്വക്കാരോട് ഏറ്റുവാങ്ങി റാന്നിയിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തി രക്ഷിച്ചു വളർത്തി വന്നു. അക്കാലത്ത് കൊച്ചയ്യപ്പന് ചങ്ങലയിടുകയോ അവനെ തളയ്ക്കുകയോ ചെയ്തിരുന്നില്ല. അവന് കൊടുക്കുന്നത് തിന്നുകൊണ്ട് കർത്താവിൻ്റെ വാസസ്ഥലത്തു തന്നെ മുറ്റത്തും പറമ്പിലുമായി കളിച്ചു നടന്നാണ് കൊച്ചയ്യപ്പൻ വളർന്നത്. എന്നാൽ അവൻ മനുഷ്യരെ ഉപദ്രവിക്കുകയോ പറമ്പിലെ കൃഷി നശിപ്പിക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. കേവലം മനുഷ്യബാലനെപ്പോലെയാണ് കൊച്ചയ്യപ്പൻ അവിടെ താമസിച്ചിരുന്നത്. കൊച്ചയ്യപ്പന് കർത്താവിൻ്റെ ഗൃഹത്തിലുള്ള സ്ത്രീ പുരുഷന്മാരോട് വളരെ സ്നേഹവും കുട്ടികളെക്കുറിച്ച് പ്രത്യേക വാത്സല്യവും ഉണ്ടായിരുന്നു. അവിടെയുള്ളവർക്ക് കൊച്ചയ്യപ്പനെക്കുറിച്ചുള്ള സ്നേഹവും അളവറ്റതായിരുന്നു. ആ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും കൊച്ചയ്യപ്പാ എന്ന് വിളിച്ചാൽ അവൻ അപ്പോൾ അവിടെ എത്തും. കർത്താവിൻ്റെ ഗൃഹത്തിലുള്ള കുട്ടികളെ കളിപ്പിക്കുന്നതിന് കൊച്ചയ്യപ്പനും കൊച്ചയ്യപ്പൻ്റെ അടുക്കൽ ചെന്ന് കളിക്കുന്നതിന് അവിടുത്തെ കുട്ടികൾക്കും വളരെ സന്തോഷമായിരുന്നു. കുട്ടികളെ കൊച്ചയ്യപ്പൻ്റെ അടുക്കലാക്കിയാൽ വേണ്ടതുപോലെ സൂക്ഷിച്ചുകൊള്ളുമെന്നുള്ള വിശ്വാസം അവിടെയുള്ള അമ്മമാർക്കും ഉണ്ടായിരുന്നതിനാൽ അവർ അതിനനുവദിക്കുകയും നടക്കാറായ കുട്ടികളെല്ലാം കൊച്ചയ്യപ്പൻ്റെ അടുക്കൽ ചെന്ന് കളിക്കുകയും ചെയ്തിരുന്നു. കൊച്ചയ്യപ്പനെ ഇടവും വലവും പഠിപ്പിച്ച് ഇണക്കി കൂട്ടിൽ നിന്നിറക്കി കർത്താവിൻ്റെ വാസസ്ഥലത്ത് കൊണ്ടുവന്ന ദിവസം മുതൽ കാരണവര് കർത്താവ് നെയ്യും പരിപ്പും കൂട്ടിക്കുഴച്ച് ഒരു ഉരുള ചോറ് കൊച്ചയ്യപ്പന് കൊടുക്കാതെ ഊണ് കഴിക്കാറില്ല. അതുകണ്ട് അവിടെയുള്ളവരെല്ലാവരും കൊച്ചയ്യപ്പന് ഒരു ഉരുള ചോറ് വീതം പതിവായി കൊടുത്തു തുടങ്ങി. എന്നാൽ കാരണവര് കർത്താവ് ഉരുള കൊടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഉരുള കൊണ്ടു ചെന്നാൽ കൊച്ചയ്യപ്പൻ വാങ്ങുകയില്ല. കാരണവര് കർത്താവിൻ്റെ ഉരുള വാങ്ങി തിന്നു കഴിഞ്ഞാൽ പിന്നെ ആര് കൊണ്ടു ചെന്ന് കൊടുത്താലും അവൻ വാങ്ങിക്കൊള്ളും. കൊച്ചയ്യപ്പൻ കർത്താവിൻ്റെ വാസസ്ഥലത്ത് താമസിച്ചിരുന്നപ്പോൾ അവന് ആനക്കാരുണ്ടായിരുന്നില്ല. അവന് തീറ്റി, തെങ്ങോല മുതലായവ ആരെക്കൊണ്ടെങ്കിലും കർത്താവ് വെട്ടിച്ചു കൊടുക്കും. അവൻ തീറ്റി കഴിഞ്ഞാൽ മുറ്റത്തോ പറമ്പിലോ എവിടെയെങ്കിലും യഥേഷ്ടം പോയി കിടന്നുകൊള്ളും. അങ്ങനെയാണ് പതിവ്. അക്കാലത്ത് കർത്താവിൻ്റെ ഗൃഹത്തിൽ ദാസ്യപ്രവർത്തികൾക്കായി ചക്കി എന്നും വിക്കി എന്നും പേരായിട്ടുള്ള 2 സ്ത്രീകൾ താമസിച്ചിരുന്നു. കൊച്ചയ്യപ്പൻ്റെ ശുശ്രൂഷയ്ക്കായി ആ സ്ത്രീകളെയാണ് കർത്താവ് നിയമിച്ചിരുന്നത്. അവർ പതിവായി കൊച്ചയ്യപ്പനെ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു കൊണ്ടുവരണം. അതല്ലാതെ വിശേഷിച്ചൊന്നും ആനയെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചക്കിയും വിക്കിയും മരിച്ചുപോയി. അപ്പോൾ കൊച്ചയ്യപ്പനുണ്ടായ സങ്കടം എത്രമാത്രമെന്ന് പറയാൻ പ്രയാസം. വിക്കിക്ക് മക്കളുണ്ടായിരുന്നില്ല. ചക്കിക്ക് ഒരു മകളുണ്ടായിരുന്നു. ചക്കി മരിച്ചതിന് ശേഷം കർത്താവ് കൊച്ചയ്യപ്പനെ കുളിപ്പിക്കുന്നതിന് ചക്കിയുടെ മകളെ നിയമിച്ചു. അങ്ങനെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ കാരണവര് കർത്താവും മരിച്ചു. അപ്പോൾ കൊച്ചയ്യപ്പനുണ്ടായ സങ്കടം കേവലം ദുസ്സഹം തന്നെയായിരുന്നു. കർത്താവ് മരിച്ചിട്ട് 3 ദിവസത്തേക്ക് കൊച്ചയ്യപ്പൻ എന്തെങ്കിലും തിന്നുകയോ വെള്ളം കുടിക്കുകയോ ഉറങ്ങുകയോ ചെയ്തില്ല. അഹോരാത്രം കരഞ്ഞുകൊണ്ട് തന്നെ കഴിച്ചുകൂട്ടി. കാരണവര് കർത്താവ് മരിച്ചു സംബന്ധിച്ചുള്ള അടിയന്തരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം 17-ാം ദിവസം പിന്നത്തെ കാരണവര് കർത്താവ് തളത്തിൽ ചെന്ന് ഉണ്ണാനിരുന്നപ്പോൾ മുൻ പതിവ് വിചാരിച്ച് കൊച്ചയ്യപ്പൻ തളത്തിൻ്റെ വാതിൽക്കൽ ഹാജരായി നിന്നു. എന്നാൽ ആ കാരണവരുടെ സ്വഭാവം കഴിഞ്ഞുപോയ കാരണവരുടെ സ്വഭാവം പോലെ അല്ലായിരുന്നതിനാൽ അദ്ദേഹം കൊച്ചയ്യപ്പന് ഉരുള കൊടുത്തില്ല. അപ്പോൾ കൊച്ചയ്യപ്പന് അസാമാന്യമായ കുണ്ഠിതമുണ്ടായി. എങ്കിലും അവിടെ ശേഷമുണ്ടായിരുന്നവരെല്ലാം പതിവ് പോലെ ഉരുള കൊടുത്തതിനാൽ കൊച്ചയ്യപ്പൻ ഒരുവിധം സമാധാനപ്പെട്ടു. എന്നാൽ ആ സമാധാനവും അധിക ദിവസത്തേക്ക് നീണ്ടു നിന്നില്ല. അവിടെ ശേഷമുള്ളവരെല്ലാം ആനയ്ക്ക് ഉരുള കൊടുക്കുന്നുണ്ടെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ കാരണവർ മനസ്സിലാക്കി. അദ്ദേഹം അതിനെക്കുറിച്ച് കോപിച്ച് എല്ലാവരെയും ശാസിക്കുകയും ചെയ്തു. ആനയ്ക്ക് തിന്നാൻ തെങ്ങോലയോ മറ്റോ അല്ലാതെ ചോറ് കൊടുക്കുന്നത് അനാവശ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എന്ന് മാത്രമല്ല, ആനയ്ക്ക് കുട്ടിപ്രായം കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനി അതിന് ഒരാനക്കാരനെ നിയമിക്കുകയും ചങ്ങലയിട്ട് പണിയിച്ചു തുടങ്ങുകയും ചെയ്യണമെന്നുകൂടി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതൊന്നും അറിയാതെ കൊച്ചയ്യപ്പൻ പിറ്റേ ദിവസം പതിവ് പോലെ ഉരുളയ്ക്കായി അടുക്കള വാതിൽക്കൽ ഹാജരായി. അപ്പോൾ അവിടുത്തെ വലിയമ്മ കൊച്ചയ്യപ്പനോട്, "എൻ്റെ മകനെ, ഈയിടെ കാലമൊക്കെ മാറിപ്പോയി. നിനക്ക് ചോറ് തരരുതെന്നാണ് ഇപ്പോഴത്തെ കാരണവരുടെ കൽപ്പന. അദ്ദേഹം പറയുന്നതിനെ അനുസരിക്കാതെ ഇരിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ലല്ലോ.
നിനക്ക് ചോറ് തരരുതെന്ന് മാത്രമല്ല, ചങ്ങലയിട്ട് നിന്നെ പണിക്ക് അയക്കണമെന്നും അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഇത് വലിയ സങ്കടമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും എന്തു ചെയ്യാം, എല്ലാം സഹിക്കുകയല്ലാതെ നിവർത്തിയില്ലല്ലോ. ഇത് കേട്ട് കൊച്ചയ്യപ്പൻ കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ട് സ്വല്പനേരം ചിന്താമഗ്നനായി അവിടെ നിന്നു. ആ സമയം അവിടുത്തെ ഒരു ചെറിയ കുഞ്ഞമ്മ കുറേ ചോറെടുത്ത് കുഴച്ചുരുട്ടി കൊച്ചയ്യപ്പന് കൊണ്ടുചെന്ന് കൊടുത്തു. എങ്കിലും അവനത് വാങ്ങിയില്ല. പിന്നെ അവൻ എല്ലാവരോടും യാത്ര പറയുന്ന ഭാവത്തിൽ തുമ്പിക്കൈ കൊണ്ട് ചില ആംഗ്യങ്ങൾ കാണിക്കുകയും ദീനസ്വരങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ട് കണ്ണീരോടെ അവിടെ നിന്നിറങ്ങിപ്പോയി. കൊച്ചയ്യപ്പൻ്റെ ആ യാത്ര കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിക്കരഞ്ഞുപോയി. കൊച്ചയ്യപ്പൻ നേരെ ചെന്ന് ആറ്റിലിറങ്ങി 4 നാഴിക പകലാകുന്നതുവരെ വെള്ളത്തിൽ തന്നെ കിടന്നു. 4 നാഴിക പകലിൽ ചക്കിയുടെ മകൾ കുളിക്കാനായി ആറ്റുകടവിൽ ചെന്നു. ആ സമയം കൊച്ചയ്യപ്പൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആറ്റുവക്കത്ത് നിന്നിരുന്ന ഒരു ഇല്ലിക്കൂട്ടം കുത്തിമറിച്ചിട്ടു. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ മണ്ണിനടിയിൽ ഇരുന്നിരുന്ന ഒരു ചെപ്പുകുടം ഉരുണ്ട് ആറ്റിലേക്ക് വീണു. കൊച്ചയ്യപ്പൻ ആ ചെപ്പുകുടമെടുത്ത് ചക്കിയുടെ മകൾക്ക് കൊടുക്കുകയും യാത്ര പറയുന്ന ഭാവത്തിൽ തുമ്പിക്കൈ കൊണ്ട് ചില ആംഗ്യങ്ങൾ കാണിക്കുകയും ചില ദീനസ്വരങ്ങൾ പുറപ്പെടുവിക്കുകയും പിന്നെ കർത്താവിൻ്റെ ഗൃഹത്തിലേക്ക് നോക്കി കരയുകയും ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ ചെപ്പുകുടം നിറച്ചു രാശിയായിരുന്നു. രാശി എന്നാൽ പണം, സ്വർണ്ണ നാണയമായിരിക്കും. പിറ്റേ ദിവസം രാവിലെ കൊച്ചയ്യപ്പൻ അച്ചൻകോവിൽ ശാസ്താവിൻ്റെ നടയിലെത്തി. ശാന്തിക്കാരൻ കൊച്ചയ്യപ്പനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. കുറേ ചോറെടുത്ത് കൊച്ചയ്യപ്പന് കൊടുത്തു. കൊച്ചയ്യപ്പൻ അത് വാങ്ങി തിന്നിട്ട് കാട്ടിൽ കയറി കണ്ടതൊക്കെ പറിച്ചു തിന്നു തുടങ്ങി. അന്നു മുതൽ കൊച്ചയ്യപ്പൻ കാട്ടിൽ നിന്ന് തീറ്റി നടത്തുകയും കണ്ടെത്തുന്ന തടാകങ്ങളിലും മറ്റും ഇറങ്ങി വെള്ളം കുടിക്കുകയും രാത്രിയാകുമ്പോൾ അമ്പലത്തിൻ്റെ തിരുമുറ്റത്ത് ചെന്ന് കിടന്നുറങ്ങുകയും പതിവാക്കി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ദേവസ്വക്കാർ കൊച്ചയ്യപ്പനെ രക്ഷിക്കുന്നതിന് ഒരാനക്കാരനെ നിയമിക്കുകയും വിവരം മേലാവിലേക്ക് എഴുതി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ കൊച്ചയ്യപ്പൻ്റെ കഥകളെല്ലാം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചറിയുകയും ഈ ആനയെ കോന്നിയിൽ താപ്പാനകളുടെ കൂട്ടത്തിൽ നിർത്തി വേണ്ടതുപോലെ രക്ഷിച്ചു കൊള്ളണമെന്ന് കൽപ്പനയാവുകയും ചെയ്തു. അക്കാലത്ത് നാടുവാണിരുന്നത് കൊല്ലം 1022 നാടു നീങ്ങിയ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ടായിരുന്നു. കൽപ്പനപ്രകാരം കൊച്ചയ്യപ്പൻ കോന്നിയിലെത്തി താമസമായി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ പത്തനാപുരം തിരുമൂലം പിള്ള എന്നൊരു പാണ്ടിപ്പിള്ള അവൻ്റെ രക്ഷകനായി നിയമിക്കപ്പെട്ടു. തിരുമൂലം പിള്ളയുടെ ശിക്ഷാ സാമർഥ്യം കൊണ്ടും കോന്നിയിലുണ്ടായിരുന്ന മറ്റു താപ്പാനകളുടെ സഹവാസം കൊണ്ടും കൊച്ചയ്യപ്പൻ കാലക്രമേണ ഒരു താപ്പാനയായിത്തീർന്നു. എന്നു മാത്രമല്ല, കുഴിയിൽ വീഴുന്ന ആനകളെ കരയ്ക്കു കയറ്റി കൂട്ടിലാക്കി അടയ്ക്കുന്നതിന് കൊച്ചയ്യപ്പനെപ്പോലെ ബുദ്ധിയും സാമർഥ്യവുമുള്ള ഒരു താപ്പാന വേറെ ഉണ്ടായിരുന്നില്ല. ഏറെ താമസിയാതെ പത്മനാഭൻ എന്നു പ്രസിദ്ധനായ ഒരു താപ്പാന കൂടി കോന്നിയിൽ വന്നു ചേർന്നു. കുറച്ചു ദിവസത്തെ സഹവാസം കൊണ്ട് കൊച്ചയ്യപ്പനും പത്മനാഭനും പരസ്പരം അത്യന്തം സ്നേഹാകുലന്മാരായിത്തീർന്നു. അവർ രണ്ടുപേരും കൂടിയാൽ എത്ര വലിയ കാട്ടാനയായാലും കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി കൂട്ടിൽ കൊണ്ടുവന്ന് അടയ്ക്കുന്നതിന് അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കുന്ന കാലത്ത് സർക്കാരിൽ നിന്ന് ആനകളെ കുഴിയിൽ വീഴിച്ചു പിടിക്കുകയെന്നുള്ള ഏർപ്പാട് വേണ്ടെന്ന് വയ്ക്കുകയും ആനകളെ പിടിക്കുന്നതിന് കോന്നിയിൽ നിന്ന് 10-12 നാഴിക കിഴക്ക് മുണ്ടവൻപൂഴി എന്ന സ്ഥലത്ത് ഒരു കൊപ്പമുണ്ടാക്കുകയും ചെയ്തു. കൊപ്പത്തിൽ കാട്ടാനകൾ വന്നു കയറുന്നത് കൂട്ടത്തോടെയാണല്ലോ. കാട്ടാനകൾ കൊപ്പത്തിൽ കയറിക്കഴിഞ്ഞാൽ താപ്പാനകളെ അതിലേക്ക് വിടുകയും താപ്പാനകൾ കാട്ടാനകളെ ഓടിച്ചു പിള്ളക്കൊപ്പ വലിയ കൊപ്പത്തിനകത്തുള്ള ചെറിയ കൊപ്പത്തിലാക്കുകയും അവിടെ വെച്ച് വടങ്ങളിട്ട് കെട്ടുകയും പിന്നെ താപ്പാനകൾ ഇടതുവശത്തും വലതുവശത്തും നിന്ന് വടങ്ങളിൽ പിടിച്ചു വലിച്ച് കാട്ടാനകളെ ഓരോന്നോരോന്നായി കൊണ്ടുപോയി കൂട്ടിലാക്കി അടയ്ക്കുകയുമാണ് പതിവ്. അങ്ങനെയായപ്പോൾ താപ്പാനകളുടെ ആവശ്യം അധികപ്പെടുകയും കൊച്ചയ്യപ്പൻ, പത്മനാഭൻ മുതലായി മുമ്പ് അവിടെ ഉണ്ടായിരുന്ന താപ്പാനകളെ കൊണ്ട് മതിയാകാതെ വരികയും ചെയ്യുകയാൽ മഞ്ഞപ്പറ തിരുനീലകണ്ഠൻ മുതലായ ചില താപ്പാനകളെ കൂടി അവിടെ വരുത്തി. മഞ്ഞപ്ര തിരുനീലകണ്ഠനും ഒരൊന്നാന്തരം താപ്പാന തന്നെയായിരുന്നു. എങ്കിലും കൊച്ചയ്യപ്പൻ്റെ സ്വഭാവവും തിരുനീലകണ്ഠൻ്റെ സ്വഭാവവും തമ്മിൽ വളരെ അന്തരമുണ്ടായിരുന്നു. കൊച്ചയ്യപ്പൻ തൻ്റെ പിടിയിൽ അമരാത്ത ആനകളെ അപകടമൊന്നും കൂടാതെ ഏതുവിധവും തൻ്റെ പിടിയിൽ അമർത്തിക്കൊണ്ടുപോയി കൂട്ടിലാക്കി അടയ്ക്കും. തിരുനീലകണ്ഠൻ തൻ്റെ പിടിയിൽ അമരാത്ത ആനകളെ ഉടനെ കുത്തിക്കൊല്ലും. ഇതാണ് അവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അങ്ങനെ മഞ്ഞപ്ര തിരുനീലകണ്ഠൻ അനേകം നല്ല ആനകളെ കുത്തിക്കൊല്ലുകയും തന്നിമിത്തം സർക്കാരിലേക്ക് വളരെ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതു നിമിത്തവും മറ്റു ചില കാരണങ്ങളാലും സർക്കാരിൽ നിന്ന് കൊപ്പം വേണ്ടെന്ന് വയ്ക്കുകയും
പൂർവ്വസ്ഥിതിയിൽ ആനകളെ കുഴികളിൽ വീഴിച്ചു പിടിച്ചാൽ മതിയെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. അക്കാലത്ത് നേരം വൈകുമ്പോൾ കൊച്ചയ്യപ്പനെയും പത്മനാഭനെയും ചങ്ങലയെടുത്ത് കാട്ടിലേക്ക് വിട്ടയക്കുക പതിവായിരുന്നു. അവർ രണ്ടുപേരും കൂടി കാട്ടിൽ കയറി കണ്ടതൊക്കെ ഒടിച്ചും പറിച്ചും തിന്ന് വയറു നിറയ്ക്കുകയും ഉറക്കം വരുമ്പോൾ യഥേഷ്ടം എവിടെയെങ്കിലും കിടന്നുറങ്ങുകയും നേരം വെളുക്കുമ്പോൾ ആനക്കാരുടെ വാസസ്ഥലത്ത് ഹാജരാവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം പതിവ് പോലെ രണ്ടാനകളും ഒരുമിച്ച് കാട്ടിലേക്ക് പോയിട്ട് കൊച്ചയ്യപ്പൻ തിന്നു തിന്നു വടക്കോട്ടും പത്മനാഭൻ തെക്കോട്ടും പോയതിനാൽ അവർ തമ്മിൽ പിരിയാനിടയായി. കുറച്ചു ദൂരം പോയതിന് ശേഷം പത്മനാഭൻ കൊച്ചയ്യപ്പൻ വരുന്നുണ്ടോ എന്ന് നാലുപുറത്തേക്ക് നോക്കി. അപ്പോൾ മുൻവശത്ത് കുറച്ചു ദൂരെയായി ഒരാന നിൽക്കുന്നത് കണ്ട് അത് കൊച്ചയ്യപ്പനാണെന്ന് വിചാരിച്ച് പത്മനാഭൻ അങ്ങോട്ട് ചെന്നു. അത് വാസ്തവത്തിൽ ഒരു വലിയ കാട്ടാനയായിരുന്നു. പത്മനാഭൻ ചെന്നെടുത്തപ്പോൾ ആ കാട്ടാന ചാടി ഒരു കുത്തുകൊടുത്തു. പത്മനാഭൻ കൊമ്പുകൊണ്ട് തട്ടിക്കളഞ്ഞതിനാൽ കുത്തുകൊണ്ടില്ല. അപ്പോൾ കാട്ടാനയ്ക്ക് ദേഷ്യം കലശലായി. ആ ആന പത്മനാഭനെ കുത്താനായി വീണ്ടും ചാടിച്ചെന്നു. അപ്പോൾ പത്മനാഭനും കോപാന്ധനായി തീരുകയാൽ ആ കുത്തും കൊള്ളാതെ കൊമ്പുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് കാട്ടാനയെ കുത്താനായി പത്മനാഭൻ ചാടി വീണു. കാട്ടാനയും കുത്തുകൊള്ളാതെ കൊമ്പുകൊണ്ട് തട്ടിക്കളഞ്ഞു. ഇങ്ങനെ ആ രണ്ടാനകളും ബാലിസുഗ്രീവന്മാരെപ്പോലെ അതിഭയങ്കരമായ യുദ്ധം പൊടിപൊടിച്ചു തുടങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടും ആനകളുടെ യുദ്ധം അവസാനിച്ചില്ല. നേരം വെളുത്തപ്പോൾ കൊച്ചയ്യപ്പൻ പതിവ് പോലെ ആനക്കാരുടെ വാസസ്ഥലത്തെത്തി. അപ്പോൾ പത്മനാഭനെ അവിടെ കാണാഞ്ഞിട്ട് കൊച്ചയ്യപ്പന് വലിയ വിചാരമായി. നേരം രാത്രിയായിട്ടും പത്മനാഭൻ വന്നു ചേർന്നില്ല. ഒരു വിധത്തിൽ രാത്രി കഴിച്ചുകൂട്ടി നേരം വെളുത്തപ്പോൾ കൊച്ചയ്യപ്പൻ പത്മനാഭനെ അന്വേഷിക്കാനായി കാട്ടിലേക്ക് യാത്രയായി. അവൻ്റെ പിന്നാലെ ചില താപ്പാനകളോടുകൂടി തിരുമൂലംപിള്ള മുതലായ ആനക്കാരന്മാരും പോയി. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കാൽനാഴിക അകലെയായി രണ്ടാനകളുടെ അമർച്ചയും കൊമ്പുകൾ കൂട്ടിയടിക്കുന്ന ശബ്ദങ്ങളും കേട്ടു തുടങ്ങി. അപ്പോൾ തന്നെ കൊച്ചയ്യപ്പനും തിരുമൂലംപിള്ള മുതലായവരും സംഗതി മനസ്സിലാക്കി. ഉടനെ തിരുമൂലംപിള്ള ഒരു താപ്പാനയുടെ ചങ്ങലയഴിച്ച് കൊച്ചയ്യപ്പന് മുമ്പിലിട്ട് കൊടുത്തു. കൊച്ചയ്യപ്പൻ ആ ചങ്ങല നാലായിട്ട് മടക്കിയെടുത്തുകൊണ്ട് നടന്നു തുടങ്ങി. പിന്നാലെ മറ്റുള്ളവരും ചെന്നു. അങ്ങനെ കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ പത്മനാഭനും ഒരു വലിയ കാട്ടാനയും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അവർ സ്പഷ്ടമായി കണ്ടു. കാട്ടാന ചാടി പത്മനാഭനെ കുത്തുകയും പത്മനാഭൻ കൊമ്പുകൊണ്ട് തട്ടുകയും ചെയ്ത സമയം കൊച്ചയ്യപ്പൻ ഓടിച്ചെന്ന് കയ്യിലുണ്ടായിരുന്ന ചങ്ങല കൊണ്ട് കാട്ടാനയുടെ ഒരു മർമ്മസ്ഥാനത്ത് ഊക്കോടുകൂടി ഒരു അടി കൊടുത്തു. അടി കൊണ്ട ക്ഷണത്തിൽ കാട്ടാന മരണവേദനയോടുകൂടി 3 വട്ടം ചുറ്റി നിലംപതിച്ചു. അതോടുകൂടി ആ കാട്ടാനയുടെ കഥയും കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടി കാട്ടിൽ നിന്ന് തിരികെ പോരുകയും ചെയ്തു. അതിൽ പിന്നെ കൊച്ചയ്യപ്പനെ കൂടാതെ പത്മനാഭൻ തനിച്ച് ഒരു കാര്യത്തിനും ഒരു സ്ഥലത്തും പോകാറില്ല. ഒരിക്കൽ കുഴിയിൽ വീണ ഒരു കാട്ടാനയെ കുഴിയിൽ നിന്നു കയറ്റാനായി വടങ്ങളിട്ട് കെട്ടിയ ശേഷം പുറകിലത്തെ വടം ഒരു മരത്തിന്മേൽ കെട്ടിയിട്ട് കഴുത്തിനു കെട്ടിയിരുന്ന വടങ്ങളിൽ വലതുവശത്തെ വടം കൊച്ചയ്യപ്പനും ഇടതുവശത്തെ വടം മറ്റൊരു താപ്പാനയും പിടിച്ചു. പിന്നെ കുഴിയുടെ മുകളിലിട്ടിരുന്ന തടികൾ മഞ്ഞപ്ര തിരുനീലകണ്ഠനും പത്മനാഭനും കൂടി തള്ളി നീക്കിക്കൊണ്ടു നിന്നു. ആ സമയം ഒടുവിൽ പത്മനാഭൻ തള്ളി നീക്കിയ ഒരു തടിയുടെ അറ്റം മഞ്ഞപ്ര തിരുനീലകണ്ഠന് തുമ്പിക്കൈന്മേൽ കൊള്ളുന്നതിനിടയായി. തന്നിമിത്തം തിരുനീലകണ്ഠന് സ്വല്പം വേദനയുണ്ടാവുകയും അവൻ കോപാന്ധനായി തീരുകയും ഊക്കോടുകൂടി ചാടി പത്മനാഭൻ്റെ പാർശ്വഭാഗത്ത് ഒരു കുത്തു കൊടുക്കുകയും പത്മനാഭൻ തൽക്ഷണം മറിഞ്ഞു വീണ് ചാവുകയും ചെയ്തു. അത് കണ്ടപ്പോൾ കൊച്ചയ്യപ്പൻ്റെ വിധം ആകപ്പാടെ ഒന്ന് മാറി. അപ്പോൾ തിരുമൂലംപിള്ള മകനെ ചതിക്കരുതേ, വടം വിട്ടുകളയല്ലേ എന്ന് കൊച്ചയ്യപ്പനോട് പറയുകയും തിരുനീലകണ്ഠനെ മാറ്റിക്കൊള്ളണം എന്ന് ആനയുടെ ആനക്കാരോട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. കൊച്ചയ്യപ്പൻ തിരുമൂലംപിള്ളയുടെ വാക്കിനെ അനുസരിക്കാതെ ഇരിക്കാൻ നിവൃത്തിയില്ലായതുകൊണ്ട് അത്യന്തം കോപത്തോടും ദുസ്സഹമായ ദുഃഖത്തോടും വടം പിടിച്ചു കൊണ്ടുപോയി കാട്ടാനയെ കൂട്ടിലാക്കി അടച്ചതിന് ശേഷം തിരുനീലകണ്ഠൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് അതിവേഗത്തിൽ ഓടിയെത്തി. അപ്പോൾ തിരുനീലകണ്ഠനെ അവിടെ എങ്ങും കാണായകയാൽ കൊമ്പിൻ്റെ തരിപ്പ് തീർക്കാനായി അവിടെ കൂടി നിന്നിരുന്ന ഒരു തേക്കുമരത്തിന്മേൽ ഊക്കോടും കോപത്തോടും കൂടി ഒരു കുത്തുകൊടുത്തു. കുത്തുകൊണ്ട് മരം തുളഞ്ഞു കൊച്ചയ്യപ്പൻ്റെ കൊമ്പ് മറുവശത്ത് ചെന്നു. പിന്നെ കൊച്ചയ്യപ്പൻ കൊമ്പ് ഊരിയെടുത്തുകൊണ്ട് തിരുമൂലംപിള്ളയുടെ വാസസ്ഥലത്തേക്ക് പോയി. കൊച്ചയ്യപ്പൻ കുത്തിത്തുളച്ച തേക്കുമരം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടത്രേ. ആ സമയം തിരുനീലകണ്ഠനെ കണ്ടിരുന്നുവെങ്കിൽ കൊച്ചയ്യപ്പൻ അവൻ്റെ കഥ കഴിക്കുമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. ആ സമയത്തെന്നല്ല പിന്നെ ഒരിക്കലും കൊച്ചയ്യപ്പന് മഞ്ഞപ്ര തിരുനീലകണ്ഠനെ കാണുന്നതിന് ഇട കൊടുത്തിട്ടില്ല. തിരുനീലകണ്ഠനെ ഉടനെ അരിപ്പാട്ടു ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി അങ്ങോട്ടയച്ച് അവിടെ നിർത്തുകയും സാക്ഷാൽ വൈക്കത്തു തിരുനീലകണ്ഠൻ കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങോട്ടയക്കുകയും അവന് പകരം കോന്നിയിലേക്ക് താപ്പാനയായി വലിയ ബാലകൃഷ്ണൻ എന്ന് പ്രസിദ്ധപ്പെട്ട ആനയെ നിയമിക്കുകയും ചെയ്തു. കൊച്ചയ്യപ്പൻ തിരുമൂലംപിള്ളയുടെ വാസസ്ഥലത്ത് ചെന്നിട്ട് 7 ദിവസത്തേക്ക് വെള്ളം കുടിക്കുക പോലും ചെയ്യാതെ രാപ്പകൽ ഒരുപോലെ കരഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് കിടന്നു.
പിന്നെ തിരുമൂലംപിള്ളയുടെ സാന്ത്വന വാക്കുകൾ കൊണ്ട് ഒരുവിധം സമാശ്വസിച്ചു. കുറേശ്ശെ തീറ്റ തിന്നുകയും വെള്ളം കുടിക്കാൻ തുടങ്ങുകയും ക്രമേണ പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു. വല്ല ദുഃഖമെന്നാലും കാലം ചെല്ലുമ്പോൾ കുറഞ്ഞു പോമെന്നുണ്ടല്ലോ. വലിയ ബാലകൃഷ്ണൻ എന്ന പ്രസിദ്ധപ്പെട്ട താപ്പാന കോന്നിയിൽ വന്നു ചേർന്നതിന് ശേഷം കുറച്ചു കാലത്തേക്ക് ആനകളെ കുഴിയിൽ നിന്നു കയറ്റി കൂട്ടിലാക്കി അടയ്ക്കുകയെന്നുള്ള കാര്യം ആ ആനയും കൊച്ചയ്യപ്പനും കൂടിയാണ് നിർവഹിച്ചു പോന്നത്. കൊച്ചയ്യപ്പന് വലിയ ബാലകൃഷ്ണനെക്കുറിച്ച് പത്മനാഭനെക്കുറിച്ച് ഉണ്ടായിരുന്നിടത്തോളം സ്നേഹമുണ്ടായിരുന്നില്ല. എങ്കിലും വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. ആനകളെക്കുറിച്ച് പറയുമ്പോൾ ഗുരുവായൂർ ദേവസ്വം കൊമ്പനായിരുന്ന ഗോകുലാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. നീചന്മാരായ ഒരു കൂട്ടം ആളുകൾ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന അതേ കൊമ്പൻ ഗോകുൽ. അവൻ്റെ മരണം കുറേ നാൾ എൻ്റെ മനസ്സിനെ വല്ലാതെ മഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ആനകളെ കാണുമ്പോൾ എനിക്ക് പഴയ പോലെ സന്തോഷം തോന്നാറില്ല. കാരണം എത്രമാത്രം പീഡനങ്ങൾ സഹിച്ചാണ് അവരിങ്ങനെ നടക്കുന്നതെന്നോർത്ത്. എത്ര ആനയോട്ടങ്ങളിൽ ഒന്നാമനായി ഗുരുവായൂരപ്പന് തിടമ്പേറ്റി ഭക്തരുടെ കണ്ണിൽ ഉണ്ണിയായിരുന്ന കൊമ്പനാണ് ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ ഗോകുൽ. അവൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീർ പ്രണാമമർപ്പിച്ചുകൊണ്ട് അവനെ ഉപദ്രവിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആനക്കഥകൾ ഇനിയും തുടരും. കോന്നിയിൽ കൊച്ചയ്യപ്പൻ ബാക്കി ഭാഗം അടുത്ത ഭാഗത്തിൽ. ഹരേ കൃഷ്ണ.